ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് വീറ്റ് ഗ്രാസ്, അതായത് ഗോതമ്പ് പുല്ല് വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ചെയ്യുന്നത്. ഇത് പ്രകൃതി ചികിത്സയിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഹെൽത്തിയാണ്. ഒരുപാട് വൈറ്റമിൻസും അതുപോലെ നമ്മുടെ വയറൊക്കെ ക്ലെൻസ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് ഈ ജ്യൂസിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ നമുക്കിന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കാം. ചിലപ്പോൾ നിങ്ങളിൽ പലരും ഇത് നേരത്തെ തയ്യാറാക്കാറുള്ളതും അതേപോലെ കഴിക്കാറുള്ളതൊക്കെ ആയിരിക്കാം. ഇനി ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കും. നമ്മളിത് ഉണ്ടാക്കുന്നത് വീറ്റ് ഗ്രാസ്, അതല്ലെങ്കിൽ ഗോതമ്പ് പുല്ല് വെച്ചിട്ടാണ്. ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ വയറ് ക്ലീൻ ചെയ്യാനും സ്റ്റൊമക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് വീറ്റ് ഗ്രാസ്. ഇത് പൗഡർ രൂപത്തിലും നമുക്ക് കടകളിൽ ലഭ്യമാണ്. അതല്ലെങ്കിൽ ഇതുപോലെ ഗ്രാസ് പരുവത്തിൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് മുളപ്പിച്ച് പുല്ലെടുത്തിട്ട് ചെയ്താലും മതി. അപ്പോൾ വളരെയധികം ഔഷധ ഗുണമുള്ള വീറ്റ് ഗ്രാസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വീറ്റ് ഗ്രാസ് എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഓൾറെഡി നിങ്ങൾക്ക് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായിരിക്കും, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് കുറച്ചെടുത്തൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. നമ്മൾ വീറ്റ് ഗ്രാസിൻ്റെ കൂടെ കുറച്ച് മിന്റ് ലീഫ്, അതായത് പുതിന ഇലയും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ നമുക്ക് വേണം. ഇത്രയാണ് ഈ ജ്യൂസിന് വേണ്ട കാര്യങ്ങൾ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് തേൻ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ പനങ്കൽക്കണ്ടം ആഡ് ചെയ്യാം. പഞ്ചസാര ചേർക്കുന്നത് ഹെൽത്തി അല്ല, പക്ഷെ നിങ്ങൾക്ക് പഞ്ചസാരയാണ് താല്പര്യമെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പരീക്ഷിക്കുമ്പോൾ ചെറിയ അളവിൽ ഉണ്ടാക്കാനും ചെറിയ അളവിൽ കഴിക്കാനും ശ്രദ്ധിക്കണം. കാരണം എല്ലാം എല്ലാവർക്കും നല്ലതായിരിക്കില്ല. അപ്പം എന്തായാലും നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. നമ്മൾ വീറ്റ് ഗ്രാസും അതുപോലെ പുതിനയിലയും മിക്സിയുടെ ഒരു ചെറിയ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മിക്സിയുടെ ബൗളിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള, വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ഗ്രാസ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് തണുത്ത വെള്ളം ചേർക്കുന്നുണ്ട്. പ്രത്യേകം പറയട്ടെ, ഈ കാലാവസ്ഥയിൽ നമ്മൾ തണുപ്പുള്ളത് കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ എന്തായാലും കുറച്ച് തണുത്ത വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്കിത് അരിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അരിച്ചെടുത്ത് കൊടുക്കുന്നതല്ലേ അവർക്ക് താല്പര്യപ്പെടുക. അപ്പം നമുക്കിനി ഇത് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് ഗ്രാസ് വെച്ചുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ചിയ സീഡ് വെള്ളത്തിൽ സോക്ക് ചെയ്തും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയതല്ലേ, അതിൻ്റെ കൂടെ കുറച്ച് ചിയ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതും കൂടെ ചേർത്ത് ഈ ജ്യൂസ് കഴിക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കൊക്കെ നല്ലതുപോലെ ഫില്ലായൊരു ഫീലിംഗ് നമുക്കുണ്ടാവും, അത്രമാത്രം. അപ്പോൾ ഇന്നത്തെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ജ്യൂസിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.